Good morning, future managers. Again, welcome to our channel, MBA Chaser. ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുമ്പം വേദിക് മാത്സ് ആണ്. സോ മിക്കവർക്കും അറിയായിരിക്കും എന്താണ് വേദിക് മാത്സ് എന്ന്. അറിഞ്ഞുകൂടാത്തവർക്ക് ഞാൻ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ പറയാം. വേദിക് മാത്സ് എന്ന് പറയുമ്പം അതൊരു ടോപ്പിക് അല്ല. അത് ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യണമെന്ന് പറയുമ്പം നമുക്ക് കാൽക്കുലേഷൻ സ്പീഡാക്കാൻ വേണ്ടിയാണ്. ഇപ്പം വലിയൊരു മൾട്ടിപ്ലിക്കേഷൻ വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വലിയൊരു ക്യൂബ് വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പാടായിരിക്കും സാധാരണ ഒരാൾക്ക്. സോ ഈ വേദിക് മാത്സ് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്കിന്ന് നമ്മുടെ വേദിക് മാത്സിലോട്ട് പോവാം. സോ നമ്മൾ ഈ വേദിക് മാത്സ് യൂസ് ചെയ്യണമെന്ന് പറയുമ്പം കാരണം നമുക്ക് കാറ്റിന് 120 മിനിറ്റ് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പം 3 സെക്ഷനാണോ ഉള്ളത്. എല്ലാവർക്കും അറിയാലോ, മാത്സ്, കോൺ, QA, ദെൻ LRDA, ദെൻ വൊക്കാബ്. സോ ഇതിനെ ഓരോന്നിനും 40 വെച്ചാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ഈ 40 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യേണ്ടത്. സോ അത്രയും സ്പീഡായിരിക്കണം. നമ്മൾ സ്പീഡിന് വേണ്ടിയാണ് വേദിക് മാത്സ് യൂസ് ചെയ്യണം. മൾട്ടിപ്ലിക്കേഷനാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. മൾട്ടിപ്ലിക്കേഷൻ്റെ ട്രിക്സ്. സോ മൾട്ടിപ്ലിക്കേഷനുള്ള ട്രിക്സ് ആദ്യം നമുക്ക് പഠിക്കേണ്ടതെന്ന് പറയുമ്പം 11 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് 11 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം 11 × 12 എന്ന് ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്മളെങ്ങനെ, പൊതുവെ നമ്മളൊക്കെ എന്തോ ചെയ്യും, 11 × 12 × 11, 2, 3, 1. ഇത് ഞാൻ ബട്ടർഫ്ലൈ മെത്തേഡ്, ഈ മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് പഠിക്കേണ്ടതെന്ന് പറയുമ്പം ഈ 11ൻ്റെ ട്രിക്സ്. 11 × 12 എന്നൊരു ഇതൊക്കെയാണ്. നമ്മൾ 1, ഇതാണ് ആൻസർ. 1 ഇവിടെ എഴുതണം, ഇങ്ങറ്റത്ത് എഴുതണം. 2 അതിൻ്റെ ഇങ്ങേയറ്റത്ത് എഴുതണം. അപ്പം എങ്ങനെ, ഒരറ്റത്ത് 1-ഉം ഒരറ്റത്ത് ലെഫ്റ്റ് സൈഡിൽ 1-ഉം റൈറ്റ് സൈഡിൽ 2-ഉം, കാരണം 12 ആയതുകൊണ്ട്. എന്നിട്ട് ഇവിടെ കണ്ട ഈ ഒരു സ്പേസിൽ എത്ര, 1 + 2 3. അപ്പം എത്ര നമ്മൾ ആൻസർ? 132 ആണ് നമ്മൾ ആൻസർ. ഇപ്പം 11 × 15 എന്ന് പറയുമ്പം നമ്മൾ എന്തോ ചെയ്യും, 1-ഉം 5-ഉം അപ്പുറത്തും ഇപ്പുറത്തും എഴുതിയാ ഇത് രണ്ടും കൂടി കൂട്ടണം, 6. 1 + 5 എത്ര, 6. സോ ഇതാണ് നമ്മൾ ആൻസർ. 165 ആണ് നമ്മൾ ആൻസർ. ഇത്ര എളുപ്പമാണ് 11ൻ്റെ ടേബിൾ. 11 × 23 എന്ന് പറഞ്ഞാൽ 2-ഉം 3-യും ഇപ്പുറത്ത് എഴുതിയിട്ട് 5-ൻ്റെ ഇടയിൽ 2 + 3 എത്ര, 5. 2 + 3 എത്ര, 5. സോ ആൻസർ എന്ന് പറയുമ്പോൾ 253 ആണ് നമ്മളെ ആൻസർ. സോ ഞാൻ ഇത്ര എളുപ്പമായിട്ട് പറയണമെന്ന്, ഡീപ്പായിട്ട് പറയണം. കാരണം ഞാൻ ഇത് കാറ്റ് പഠിച്ച സമയത്ത് എനിക്ക് ആരും ഇത്രയും ഡീപ്പായിട്ട് പറഞ്ഞിട്ടില്ല. നമ്മൾ പഠിക്കുന്ന ഓരോന്നും അത്രയും ഡീപ്പായിരിക്കണം. സോ അടുത്തതെന്ന് പറയുമ്പം നമുക്കിപ്പോൾ 11 × 727. അപ്പം നമ്മൾ 7-ഉം 7-ഉം രണ്ടറ്റത്തിട്ട്, അപ്പം ഇനി 2 എണ്ണം വരണം. കാരണം ഇതും പ്ലസ് ചെയ്യണം, ഇതും പ്ലസ് ചെയ്യണം. അപ്പം എത്ര, 2 എണ്ണം. സോ 1, 2. അപ്പം 2 + 7 എത്ര, 9. അടുത്ത് വീണ്ടും 2 + 7 എത്ര, 9. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇത് കൂട്ടിയതാ ഇവിടെ എഴുതും. സോ നമുക്കിപ്പം ഒരു ക്വസ്റ്റ്യൻ × 29 എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഗ്യാപ്പല്ലേ ഉള്ളൂ. എന്ന് പറയുമ്പോൾ 2-ഉം 9 ഇവിടെ എഴുതി, ഇനി ഒരൊറ്റ ഗ്യാപ്പ്. സോ 2 + 9 എത്ര, 11. 11-ൽ നിന്ന് 1 ഇവിടെ എഴുതിയിട്ട് 1 ശിഷ്ടം. അപ്പോൾ എത്ര, 2 + 1 എത്ര, 319 ആണ് നമ്മളെ ആൻസർ. ഇങ്ങനെ ആയിരിക്കണം നമ്മൾ 11ൻ്റെ ടേബിൾ കണ്ടുപിടിക്കേണ്ട. സോ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്ത് സംസാരിക്കാനുള്ള മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 5. 5 വെച്ച് നമ്മൾ ഏതൊരു സംഖ്യ മൾട്ടിപ്ലൈ ചെയ്താലും അതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. 5 × 86 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും, 86 × 10/2
അല്ലേ 5? അപ്പോൾ നമ്മൾ 860 ഡിവൈഡഡ് ബൈ 2 എത്ര? 430. ഇതല്ലേ നമ്മൾ ആൻസർ. ഇത്രയേ ഉള്ളൂ. സോ ഇതിന്ന് എളുപ്പമായിട്ട് ഞാൻ ഇതിന്റെ ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞുതരാം. 5 × 86 എന്ന് ഒരു ക്വസ്റ്റ്യൻ വരെയാണെങ്കിൽ നിങ്ങൾ നേരെ ഈ 86ന്റെ പാതി എത്ര? 43. അതിൻ്റെ കൂടെ ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. ഇത് ഓഡ് നമ്പർ ആണെങ്കിൽ മാത്രം. സോ അടുത്ത നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതിപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈവൺ നമ്പേഴ്സിന്റെ ഇത് ഈവൺ നമ്പറാണ്. സോ ഈവൺ നമ്പർ ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ 0 ഇട്ട് കൊടുത്താൽ. അപ്പോൾ ഓഡ് നമ്പർ ആകുമ്പോൾ നമുക്ക് പറയാം. 5 × 288 എന്ന് പറയുമ്പം 288ന്റെ പാതി എത്രയാണ്? 288ന്റെ പാതി എത്രയാണ്? 144. അതിൻ്റെ കൂടെ ഒരു 0 ഇട്ട് കൊടുക്കണം. അപ്പോൾ ആൻസർ കിട്ടി. ഇത്രയും എളുപ്പമാണ്. സോ ചുമ്മാ ഇൻഡു ചെയ്ത് സമയം കളയല്ല, ചുമ്മാ മൾട്ടിപ്ലൈ ചെയ്ത് കാറ്റിൽ സമയം കളയല്ല, സമയമില്ല. സോ നിങ്ങൾക്കൊരു കാൽക്കുലേറ്റർ അവൈലബിൾ ആണ് ഇരിക്കും കാറ്റിന്. പക്ഷെ നിങ്ങൾ അത് എപ്പോഴും എടുത്ത് വെച്ച് യൂസ് ചെയ്യാൻ പറ്റൂല. ഈ കാൽക്കുലേറ്റേഴ്സ് ടൈം ഭയങ്കര വേസ്റ്റാണ്. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യണമെങ്കിൽ മൗസിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ കൈ കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യണതാണ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. സോ അടുത്ത നമുക്കൊരു 5 × 28. അപ്പോൾ എത്ര? 140. ആൻസർ കണ്ട, ഇത്ര എളുപ്പമാണ്. സോ ഇതെല്ലാം ഈവൻ നമ്പറാണ്. കണ്ടില്ലേ? 28 ആയാലും 288 ആയാലും എല്ലാം. സോ അടുത്ത ഓഡ് 5 × സപ്പോസ് 43 എന്ന് പറഞ്ഞ ഇതാണെങ്കിൽ നമ്മൾ നേരെ ഈ 43ന്റെ -1, 43നെ 1 മൈനസ് ചെയ്യുക. അപ്പം എത്ര? 42. അപ്പം 5 × 42 എന്ന് വിചാരിക്കുക. അപ്പം എത്ര? 4ന്റെ പാതി എത്ര? 42ന്റെ പാതി എത്ര? 21. ഈ 21ന്റെ കൂടെ 5 ചേർത്ത ആൻസർ കിട്ടി. സോ എങ്ങനെ? 53 × 43 എന്ന് പറഞ്ഞാൽ നിങ്ങൾ 42 എടുക്കുക, 1 കുറച്ചെടുക്കുക. അതേ ഡിവൈഡഡ് ബൈ 2 എത്ര? 21. 21ന്റെ കൂടെ ഒരു 5ഉം കൂടി ചേർത്താൽ നമ്മൾ ആൻസർ കിട്ടി. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 5 × 21. 5 × 21. സോ നമ്മളെങ്ങനെ 20. 21 - 1 എത്ര? 20. അപ്പം 20 ഡിവൈഡഡ് ബൈ 2 എത്ര? 10. 10ന്റെ കൂടെ 5 ചേർക്കണം, 105. ഇത്രയേ ഉള്ളൂ ആൻസർ. നമ്മൾ ഓഡ് നമ്പർ ആണെങ്കിൽ നമ്മൾ ലാസ്റ്റ് എന്തോന്ന് ചെയ്യും? 5 ചേർക്കും. ഡിവൈഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്തിട്ട് ലാസ്റ്റ് 5 ചേർക്കും. എന്നാൽ നമ്മൾ ഈവൺ നമ്പറിലാണെങ്കിൽ ലാസ്റ്റ് എത്ര ചേർക്കും? 0 ചേർക്കും. ഇത്രയേ ഉള്ളൂ ഡിഫറൻസ്. അടുത്ത് നമുക്ക് 25ന്റെ മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. 25 വെച്ച് മൾട്ടിപ്ലിക്കേഷൻ അല്ല, 25 വെച്ച് ഏതൊരു ടേമിനെ മൾട്ടിപ്ലൈ ചെയ്താലും അതിൻ്റെ ആൻസർ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. 25 എന്ന് പറയുമ്പം 100/4 ആണ്. ഇത് നിങ്ങൾക്ക് പലയിടത്തും ആവശ്യം വരും. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. കാരണം മിക്കയിടത്തും 25% എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജിൽ വരും. അപ്പം 1/4 ആണ്. അതൊക്കെ നമുക്ക് പിന്നീട് അതിനെപ്പറ്റി സംസാരിക്കാം. സോ ഇതൊക്കെ 25 എപ്പോഴും 100/4 ആണ്. സോ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പം 25 മൾട്ടിപ്ലൈഡ് ബൈ 64. അപ്പോൾ 25 എന്ന് പറയുമ്പം 100/4 അല്ലേ? ഇൻറ്റു 64 എന്ന് പറയുമ്പം 16 ആണ്. 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം 16. സോ 1600 ആയിരിക്കും അതിൻ്റെ ആൻസർ. സോ ഇത് കണ്ടുപിടിക്കേണ്ടതെന്ന് പറയുമ്പം ഭയങ്കര എളുപ്പമാണ്. ഇത് ഈ 25 വരെയാണെങ്കിൽ നമ്മൾ 64 4 വെച്ച് ഡിവിസിബിൾ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് 64 ഡിവൈഡഡ് ബൈ 4 16, 2 0 ഇട്ട് കൊടുക്കുക. ഇതാണ് ആൻസർ. സോ അടുത്ത നമുക്ക് ഇതേപോലെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. 25 × 248. സോ നമ്മൾ പെട്ടെന്ന് 248 4 വെച്ച് ഡിവിസിബിൾ ആണ്. സോ നമ്മൾ എത്ര
62 2 0 ഇട്ട് കൊടുക്കണം. ഇതാണ് നമ്മൾ ആൻസർ. സോ ഇത്രയും സ്പീഡായിരിക്കണം. നമ്മൾ എത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റും, എത്ര സെക്കൻഡിനുള്ളിൽ. ഇതൊന്നും സെക്കൻഡുകൾ പോലും എടുക്കും. ഇതൊക്കെ ഒരു സെക്കൻഡിൽ തീർക്കണം. അത്രയും ഇതിപ്പം നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ടൈമില്ല, 40 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ എപ്പോഴും സ്പീഡപ്പ് ചെയ്യണം. ഇപ്പം ഞാൻ ഓരോന്ന് പറഞ്ഞു തന്നാൽ അതിന് എഴുതി വെച്ചിരുന്ന് പഠിക്കണം എന്നും. സോ അടുത്ത് 25 × 488. സോ 4ന്റെ ടേബിൾ പെട്ടെന്ന് നമ്മൾ 122 2 0. സോ ഇതാണ് നമ്മൾ ആൻസർ. സോ നമ്മൾ ഇത്രയും സ്പീഡായിരിക്കണം. സോ ഞാൻ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരാം, ചെയ്തിട്ട് കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. 25 × 38. സോ അപ്പം നിങ്ങൾ നോക്കുമ്പം ഇത് ഞാൻ എന്തായാലും തരണില്ല. കാരണം എന്ന് പറയുമ്പം 25 × 38 എന്ന് പറയുമ്പോൾ 4 വെച്ച് ഡിവിസിബിൾ അല്ല. സോ നമ്മളപ്പോൾ എന്തോ ചെയ്യും, 50/2 എന്ന് എടുക്കും. 25 എന്ന് പറയുമ്പോൾ 50/2 ആണ് 25, അങ്ങനെ എടുക്കാം. ഇൻറ്റു 38. സോ വെട്ടിപ്പോകുമ്പോൾ എത്ര, 19. 19 50 45 95 95 0. ഇത്രയും സ്പീഡാക്കണം. ഇപ്പം നമുക്കൊരു ഇപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നെന്ന് വിചാരിച്ചോ. ഇപ്പം ഇത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കണം. സോ നിങ്ങൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കണം. 10 + 9 × 5. സോ 5 + 10 എത്ര, 50. 5 × 9 എത്ര, 45. സോ 95. ഇതൊക്കെ നമ്മൾ മനസ്സിൽ കൂട്ടേണ്ടതാണ്. ചുമ്മാ എടുത്തു വെച്ച് ചുമ്മാ ഇത് 19 × 5 45, 4 ശിഷ്ടം 95. ഇതൊന്നും ഇപ്പം ചെയ്യല്ലേ. കാറ്റിന് അങ്ങനെ ഒന്നും ചെയ്യാനേ നിങ്ങൾക്ക് സമയമില്ല. സോ ഇത്രയും ഡീപ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ അതാണ് കാറ്റിൽ ആവശ്യം. നമുക്ക് 125 എന്ന് പറയുമ്പം 1000 / 8 ആണ്. ഇത് നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. സോ വൺ ഓഫ് ദി ട്രിക്ക് ആണ്. 125 എന്ന് പറയുമ്പോൾ 1000 / 8. സോ മറ്റതുപോലെ തന്നെ 125 × 64 എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ 1000 / 8 × 64. അപ്പം 8 വെച്ചാണ് ഡിവൈഡ് ചെയ്യണം. 64 8 വട്ടമാണ് പോകണം. അപ്പം 8000 ആണ് നമ്മളെ ആൻസർ. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം 125 × 32. പെട്ടെന്ന് നമ്മൾ ആലോചിക്കുക, 8 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 32 എത്ര, 4. അപ്പോൾ 4000. അടുത്ത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 125 × 448. അത് നിങ്ങളൊന്ന് ചെയ്യും. അത് ചെയ്തിട്ടൊന്ന് കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി ഇതിൻ്റെ ആൻസർ. സോ നമ്മളെങ്ങനെ 125 × 64 എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു മിനിറ്റ്, 125 × 32 എന്ന് പറഞ്ഞ് വരികയാണെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്യണം, 1000 / 8 × 32. 8 വെച്ച് 32 എത്ര, 4 വട്ടം. അപ്പം എത്ര, 4000. സോ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ഇതൊക്കെ പെട്ടെന്ന് ചെയ്യണം. സോ അടുത്ത് നമുക്ക് നിയർ ബൈ നമ്പർ എന്ന് പറയുമ്പം നമ്മളിപ്പം അടുത്തടുത്തുള്ള നമ്പർ എങ്ങനെ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുക. അതാണ് നിയർ ബൈ നമ്പർ. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് 12 × 13 എന്ന് പറയാം. ഇപ്പം 12 എന്ന് പറയുമ്പം 12 × 13 നമുക്ക് 12 + 1 എന്നിടാം അല്ലേ. സോ 12 ഇതിനകത്തോട്ട് ഇൻറ്റു ചെയ്യുകയാണെങ്കിൽ 12ന്റെ സ്ക്വയർ + 12. ഇങ്ങനെയല്ലേ നമുക്ക് കിട്ടണം. സോ നമ്മൾ എപ്പോഴും 1 to 30 വരേക്കുള്ള സ്ക്വയർ കാണാതെ പഠിച്ചിരിക്കണം. സ്ക്വയർ റൂട്ട് പഠിച്ചിരിക്കണം. സ്ക്വയർ പഠിച്ചേ പറ്റുള്ളൂ. ഞാൻ ഇപ്പം ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറയാനായിരിക്കും 50 തൊട്ട് 70 വരെ പറയാം. പക്ഷെ അതുവരെ പഠിച്ച് ഞാൻ ഒരു ആവറേജ് ആയിരുന്നു. അപ്പം എനിക്ക് അത്രയൊന്നും പറ്റൂല. അതുകൊണ്ട് ഞാൻ 30 വരെ പഠിച്ചോളൂ. ഈ 30ന്റെ ആവശ്യമേ ഉള്ളൂ. ബാക്കിയുള്ള ട്രിക്സ് ഞാൻ പറഞ്ഞുതരാം. അത് ഭയങ്കര എളുപ്പമാണ്. ഈ ട്രിക്സ് വെച്ചായിരിക്കും നമ്മളെല്ലാം പെട്ടെന്ന് ചെയ്യേണ്ടത്. സോ 140
12 സ്ക്വയർ എന്ന് പറയുമ്പോൾ 144 പ്ലസ് 12 എത്ര 156 ആണ് നമ്മളെ ആൻസർ. ഓക്കെ അല്ലേ? സോ 13 × 14 എന്ന് പറയുമ്പോൾ പഴയതുപോലെ 13 × 13 പ്ലസ് 1. 14 നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് 13 പ്ലസ് 1 ആക്കി. അപ്പം എത്ര 13ന്റെ സ്ക്വയർ പ്ലസ് 13. അപ്പം എത്ര 169 പ്ലസ് 13. അപ്പം എത്ര 182 ആയിരിക്കും നമ്മളെ ആൻസർ. സോ അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 14 × 15. 14 × 15. സോ 14 × 14 പ്ലസ് 1. അപ്പം 14ന്റെ സ്ക്വയർ പ്ലസ് 14. അപ്പം എത്ര 196 പ്ലസ് 14. അപ്പം എത്ര ഇതിന് കൂട്ടുമ്പോൾ എത്ര 210 ആണ്. ഞാൻ ഇപ്പം ഇത്രയും ഡീപ്പായിട്ട് പഠിപ്പിക്കുകയാണ്, അല്ലാതെ ഇതിൽ നിന്ന് ഹാർഷായിട്ട് എനിക്ക് പഠിപ്പിക്കാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല. ഇതിൽ നിന്ന് ഹാർഡായിട്ട് എനിക്ക് പഠിപ്പിക്കും, പക്ഷെ ഞാൻ ഇത്രയും ഡീപ്പായിട്ട് പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവാം. മിക്കവർക്കും ഈ മലയാളം മീഡിയത്തിൽ നിന്ന് വന്നവർക്ക് മിക്കവർക്കും, മലയാളം മീഡിയം അല്ല ഞാൻ പറയുകയാണെങ്കിൽ ഈ BCom-കാർക്കും ഈ BBA-കാർക്കും BA-കാർക്കൊക്കെ ഭയങ്കര പാടായിരിക്കും. സോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീപ്പായിട്ട് പറഞ്ഞതാണ്. സോ നിങ്ങളെല്ലാം ചെയ്യണം. മാത്സ് ഭയങ്കര എളുപ്പമാണ്. ആരൊക്കെയോ പറഞ്ഞ് ഹാർഡാക്കി ഇട്ടിരിക്കുകയാണ് നിങ്ങളുടെ മനസ്സിൽ. സോ നാലാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഹോംവർക്കാണ്, ഇത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. 15 × 16 ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടിരുന്നാൽ മതി. നമുക്കൊരു കണക്ക് പഠിക്കാം. സോ നമുക്ക് 12 × 14 എന്ന് പറയുമ്പം, ഇപ്പം ഈ അപ്രോച്ച് നമ്മൾ ചെയ്യണമെന്ന് പറയുമ്പം നമ്മളൊരു ടേം എടുക്കും. ഇപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള ഒരു ടേം എന്ന് പറയുമ്പോൾ 13 ആണ്. ഈ 13 - 1 അല്ലേ 12? അതേ ഇൻറ്റു 13 പ്ലസ് 1 അല്ലേ 14? സോ A - B ഇൻറ്റു A + B എന്ന് പറയുമ്പോൾ എന്തോന്നാണ്? A² - B² എന്നല്ലേ? അങ്ങനെയാണ് ഇതെഴുതി. ഇതറിയാലോ മിക്കവർക്കും, ഇത് അറിഞ്ഞുകൂടെങ്കിൽ എഴുതി വെച്ചോ. A - B ഇൻറ്റു A + B എന്ന് പറയുമ്പോൾ A² - B² ആണ്. സോ അടുത്ത നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അല്ല സോറി ഞാൻ ഇതിനെപ്പറ്റി ആൻസർ പറഞ്ഞില്ലായിരുന്നു. സോ 13ന്റെ സ്ക്വയർ - 1². സോ 13ന്റെ സ്ക്വയർ 169 - 1 എത്ര 168 ആണ് നമ്മളെ ആൻസർ. സോ ഇത്ര എളുപ്പമാണ്. സോ അടുത്തെന്ന് പറയുമ്പം നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം രണ്ടാമത്തെ, സോറി ഞാൻ ഇവിടെ ഡിലീറ്റ് കൊടുക്കട്ടെ. അടുത്ത നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. 13 × 15. ഇത് നമ്മളെങ്ങനെ ചെയ്യും? 14 നമുക്ക് ഇടയ്ക്കുള്ളത്. അപ്പം 14 - 1 ഇൻറ്റു 14 പ്ലസ് 1. അപ്പം എത്ര 14ന്റെ സ്ക്വയർ എന്ന് പറയുമ്പം 14² - 1², 196 - 1 എന്ന് പറയുമ്പം 195 ആണ് നമ്മളെ ആൻസർ. സോ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ 91 × 89. രണ്ടെണ്ണം. അപ്പം നമുക്ക് ഇടയ്ക്ക് എത്രയാണ്? 90 ആണ് നമ്മളെ ഇടയിലുള്ള. 90 - 1 അല്ല പ്ലസ് 1 ഇൻറ്റു 90 പ്ലസ് 1. അപ്പം എത്ര 90² - 1² എന്ന് പറയുമ്പം 8100 - 1. അപ്പം എത്ര 8099 ആണ് നമ്മളെ ആൻസർ. സോ ഇത്ര എളുപ്പമാണ്. സോ അടുത്ത നമുക്കിപ്പം ഒരു ക്വസ്റ്റ്യൻ, നല്ല ഡീപ്പായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 27 × 23 എടുത്തേക്ക്. സോ 27 എന്ന് പറയുമ്പം 27ന്റെ ഇതിൻ്റെ ഇടയ്ക്കുള്ള നമ്പർ എന്ന് പറയുമ്പം 25 ആണ്. 25 പ്ലസ് 2 ആണ്
25 മൈനസ് 2 ആണ് 23. 25 പ്ലസ് 2 27. നമ്മൾ ഈ അപ്രോച്ച് ചെയ്യണമെന്ന് പറയുമ്പം എപ്പോഴും ഈ ഒരു അപ്രോച്ച് നമ്മൾ ചെയ്യണമെന്ന് പറയുമ്പം ഈ ഒരു ഫോർമുല ചെയ്യാൻ പറ്റുമ്പോഴാണ്. എന്ന് പറയുമ്പം ഈ ബി രണ്ടും ഈക്വൽ ആയിരിക്കണം. അതാണ് കണ്ട 1 കണ്ട ഈക്വൽ ആയിരിക്കണം. ഇവിടെ കണ്ട 2 ഈക്വൽ ആയിരിക്കണം. സോ അടുത്ത 25ന്റെ സ്ക്വയർ മൈനസ് 2ന്റെ സ്ക്വയർ. 25ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 625 മൈനസ് 4 621 ആണ് നമ്മളെ ആൻസർ. സോ ഇത്ര എളുപ്പമാണ്. സോ നമ്മളിപ്പം ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞു തരും എന്തോന്ന് ഈ സ്ക്വയേഴ്സ് എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ. നമ്മളിപ്പം വേണമെങ്കിൽ ഞാൻ ഒന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം. 25ന്റെ സ്ക്വയർ എന്ന് പറയുമ്പം നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്ന് പറയുമ്പം 5 എപ്പോഴും ഒരു 5 വെച്ച് തുടങ്ങണം. എന്ന് പറയുമ്പോൾ 15, 25, 35, 45 അങ്ങനെ പോണത്. ലാസ്റ്റ് 5 വെച്ച് അവസാനിക്കണ ടൈം ആണെങ്കിൽ നമ്മൾ അതിൽ 5ന്റെ സ്ക്വയർ എത്ര? 25. 5ന്റെ സ്ക്വയർ എത്ര? 25. അടുത്ത് 2ന്റെ അടുത്ത ടൈം എന്ന് പറയുമ്പം 2 കഴിഞ്ഞ് അടുത്ത ഏതാണ്? 3. സോ 2 × 3 എത്ര? 6. അതാണ് 625 നമുക്ക് കിട്ടണം. ഇത്രയും എളുപ്പമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അടുത്ത ഈ സ്ക്വയറിന്റെ ക്ലാസ്സിൽ നമുക്ക് പറയാം. സോ ഇത്ര എളുപ്പമാണ്. സോ നിങ്ങളിപ്പം ഇത് ഞാൻ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ ഇട്ട് തരാം. 5ാമത്തെ ഇത് നിങ്ങൾ കമന്റ് ബോക്സിൽ എന്നാണ് 67 × 73. സോ ഇപ്പം നമ്മളിപ്പം 95 പ്ലസ് 89 അല്ല 95 89 × 89 നമ്മൾ ചെയ്തില്ല. 91 × 89. സോ ഇതിന്റെ ആവറേജ് ആണ് നമ്മൾ ഈ 90. ഇതിനെപ്പറ്റി നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ അടുത്ത് കിടക്കുന്ന ടൈം +1 -1 അല്ലെങ്കിൽ +5 -5 ചെയ്യാൻ പറ്റണം. പറഞ്ഞാൽ ഈ ബി ടൈം ഈക്വൽ ആയിരിക്കണം. എയും ബിയും ഈക്വൽ ആയിരിക്കണം. സോറി ബിയും ഈക്വൽ ആയാൽ മാത്രമേ നമുക്ക് a² - b² എന്ന് എടുക്കാൻ പറ്റും. ഇപ്പൊ ഇതിന്റെ ആവറേജ് നിങ്ങൾ എടുത്ത് നോക്കി നോക്കൂ. 91 + 89/2. ആവറേജ് എടുക്കണം /2 ആണ്. ഇത് 2 എണ്ണമുള്ളതാണ്. സോ എത്ര? 170 180. 180/2 എത്ര? 90. 90 അല്ലേ ഇതാ കിടക്കണത്? മാറിപ്പോയി. ഇതാ കിടക്കണത്. സോ ഇത് നിങ്ങൾ ഇതിനെ പറ്റി ഇപ്പൊ അഥവാ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തായാലും ചെയ്യാൻ പറ്റും. സോ ഇപ്പം കണ്ട 27 × 23. 27 × 23 എത്രയാണ്? 40 50. 50/2 എത്ര? 25. 25ന്ന് നമ്മൾ പ്ലസ് 25 + 2 എത്ര? 27. 25 - 2 എത്ര? 23. സോ അടുത്ത് നമുക്ക് നോക്കേണ്ടതെന്ന് പറയുമ്പം നമ്പേഴ്സ് എൻഡിങ് വിത്ത് 1 അതാണ്. സോ ഒരു എക്സാമ്പിൾ നമ്പേഴ്സ് എൻഡിങ് ഇപ്പം 21 × 41 ലാസ്റ്റ് രണ്ടും 4 ആയിരിക്കും. ബോത്ത് എൻഡ്സ് 1 വെച്ചായിരിക്കും എൻഡിങ് ചെയ്യണം. സോ എക്സാമ്പിൾ ആയിട്ട് നമുക്കൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ 41 × 21 എന്ന് പറയാം. നമ്മൾ പൊതുവെ 41 × 21 ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പം ഈ ലാസ്റ്റ് ഒന്നെന്നങ്ങ് എഴുതുക. ലാസ്റ്റ് ടൈമിന്റെ 1 ലാസ്റ്റ് എഴുതുക. 4 + 2 എത്ര? 6. 4 × 2 എത്ര? 8. ഇത്രയേ ഉള്ളൂ ആൻസർ. സോ എങ്ങനെ ആ ലാസ്റ്റ് 1 എഴുതുക, പിന്നീട് 4 + 2 എഴുതുക. ഈ 4 + 2 ആണെന്ന് മനസ്സിലായല്ലോ. അത് ഈ 2 ടൈമാണ് 4 + 2. അത് ചെയ്ത് ഇവിടെ എഴുതുക. ഇത് രണ്ടും മൾട്ടിപ്പിൾ ചെയ്ത് ഇവിടെ എഴുതുക. അപ്പൊ എത്ര? 861 ആണ് നമ്മുടെ ആൻസർ. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. 21 × 31. സോ നമ്മൾ പെട്ടെന്ന് ഇതെന്താ 651 എന്ന് പറയും. കാരണം എങ്ങനെ? 21 × 31 എന്ന് പറയുമ്പം ആദ്യം ലാസ്റ്റ് 1 എഴുതി. സോറി
ലാസ്റ്റ് വന്നിട്ട് 1 എഴുതി. പിന്നീട് ഈ 2+3 എത്ര? പ്ലസ് ചെയ്തപ്പോൾ 5. 2 × 3 എത്ര? 6. അങ്ങനെ 651 നമ്മുടെ ആൻസർ. ഇത്രയും ഈസിയാണ്. ഈ വേദിക് മാത്സ് നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് പഠിക്കണം. കാരണം നിങ്ങൾ മറന്നു പോകും. മൂന്നാമതൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. 71 × 61. അപ്പം എങ്ങനെ 71 × 61 എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഞാൻ ചെയ്യണമെന്ന് പറയുമ്പോൾ ഒരു റെഫറലിന് വേണ്ടിയാണ് ഇങ്ങനെ വെർട്ടിക്കലി എഴുതണം. അല്ലെങ്കിൽ നമ്മൾ ഹൊറിസോണ്ടലി ആയിരിക്കും എഴുതണം. സോ ഇതൊന്നും എഴുതല് മനസ്സിൽ. ഇതാ 1, ആ ലാസ്റ്റ് 1 എഴുതുക. 7 + 6 എത്ര? 13. ഒന്ന് ശിഷ്ടം വെച്ചേ. 7 × 6 എത്ര? 42. ഇങ്ങനെ എഴുതിയ തെറ്റാണ്. സോ ഈ 42ന്റെ ഇവിടെ ഈ ശിഷ്ടം വന്നത് ഇവിടെ എഴുതുക. അപ്പൊ എത്ര? 4331 നമ്മൾ ആൻസർ. ഓക്കെ അല്ലേ? സോ നിങ്ങൾക്ക് ഇപ്പം ഡൗട്ടാണെങ്കിൽ ചെയ്ത് നോക്കുക. അടുത്ത നാലാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഇടാം. 81 × 71. ഈ നമ്മൾ അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഡക്ക് അപ്രോച്ച് എന്നാണ് പറയുന്നത്. അത് നമ്മൾ ഡക്ക് അപ്രോച്ച് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഡക്ക് അപ്രോച്ച്. ഈ അപ്രോച്ച് യൂസ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഈ ടെൻസ് ഡിജിറ്റ്, ഇത് വൺസ് ടെൻസ് അറിയാല, ഈ ടെൻസ് ഡിജിറ്റ് രണ്ടെണ്ണം സെയിം ആയിരിക്കണം. ഇപ്പൊ 7 രണ്ടിന്റെ, അപ്പൊ സെയിം അല്ലേ? ഈ അതിനുശേഷം നോക്കേണ്ടതെന്ന് പറയുമ്പോൾ ഈ യൂണിറ്റ് രണ്ടെണ്ണം എന്ന് പറയുമ്പം 8 + 2 എന്ന് പറയുമ്പോൾ 8 + 2 എന്ന് പറയുമ്പോൾ 10. ഇത് രണ്ടും ഈക്വൽ ആണ്. ഇത് രണ്ടും ശരിയാണെങ്കിൽ നമുക്ക് ഈ ഡക്ക് അപ്രോച്ച് യൂസ് ചെയ്യാം. ഡക്ക് അപ്രോച്ച് എന്ന് പറയുമ്പം ഈ 8 × 2 എത്ര? 16. ആ 16 ഇവിടെ എഴുതുക. എന്നിട്ട് ഈ 16 എങ്ങനെ വന്ന? 8 × 2 വൺസിന്റെ. അതിനുശേഷം വന്നിട്ട് 7 കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത ടേം എന്ന് പറയുമ്പോൾ ഇപ്പൊ ടെൻസ് ഇപ്പൊ ഒരു ടേം ഉണ്ടെങ്കിൽ അതിന്റെ അടുത്ത ടേമും കൂടി എടുക്കണം. അപ്പൊ എത്ര? 7 × 8. ഈ 7നെ അടുത്ത ടേം വെച്ച് മൾട്ടിപ്പിൾ ചെയ്യണം. സോ 7 × 8 എത്ര? 56 നമ്മുടെ ആൻസർ. ഇതായിരിക്കും നമ്മുടെ ആൻസർ. സോ ഇത്രയും ഈസിയാണ്. സോ അടുത്ത് നമുക്കൊരു കണക്ക് ചെയ്യാം. 77 × 73. സോ അപ്പം നമ്മളെ ടെൻസ് രണ്ടും ഈക്വൽ ആണ്. വൺസ് ആണെങ്കിൽ 7 + 3 എത്ര? 10. സോ നമ്മളെ പുതിയ അപ്രോച്ച് എങ്ങനെ? 7 × 3 എത്ര? 21. ദെൻ 7 × 8 56. 7 × 8 എങ്ങനെ വന്നാ? ഇപ്പം ഈ ഡക്ക് അപ്രോച്ചിൽ എന്ന് പറയുമ്പം 7 കഴിഞ്ഞിട്ട് അടുത്ത ടേം എന്ന് പറയുമ്പോൾ 7 കഴിഞ്ഞ അടുത്ത 8 അത് വെച്ച് മൾട്ടിപ്പിൾ ചെയ്തിട്ട് അതിനെയാണ് നമ്മൾ ഇവിടെ ഫ്രണ്ടിലുള്ള 2 ടേം ആയിട്ട് എഴുതുന്നത്. അപ്പൊ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. 62 × 68. സോ എങ്ങനെ? 6 ഈക്വൽ ആണ്. 2 + 8 എത്ര? 10. അപ്പൊ നമ്മൾ ഡക്ക് അപ്രോച്ച് ആണ്. സോ 8 × 2 എത്ര? 16. 6 × 7. 6 കഴിഞ്ഞാൽ അടുത്ത 7. അപ്പൊ എത്ര? 6 × 7 എത്ര? 42. സോ നമ്മൾ ആൻസർ കിട്ടി. അടുത്ത 54 × 56 ചെയ്ത് നോക്കാം. സോ ഇതും നമ്മളെ ഡക്ക് അപ്രോച്ച് അപ്രൂവ് ആയില്ലേ? ചെയ്യാൻ പറ്റുമല്ലോ. ഡക്ക് അപ്രോച്ച് വെച്ച് 5 × 5 ഈക്വൽ ആണ് എന്ന് പറയുമ്പോൾ ടെൻസ് ഈക്വൽ ആണ്. 4 + 6 വൺസ് 4 + 6 എത്ര? 10 കിട്ടി. അപ്പം നമുക്ക് ഡക്ക് അപ്രോച്ച് യൂസ് ചെയ്യാം. അപ്പൊ എത്ര? 24 30. അപ്പൊ ഇതെങ്ങനെ വന്ന്? 5 × 6. സോ നമ്മൾ ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. 54 × 56 എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മളെ ഡക്ക് അപ്രോച്ച് ഉടനെ നമ്മൾ 24 30 30ഉം 24 3024. സോ ഇത്രയും പെട്ടെന്നായിരിക്കും. സോ ഇത് നിങ്ങൾ
ചെയ്തിട്ടൊന്ന് കമന്റ് ബോക്സ് ഇട്ടേ. 71 × 79. ഓക്കെ അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ ഡക്ക് അപ്രോച്ചിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇത്. എന്ന് പറയുമ്പം നേരത്തെ നമ്മൾ വൺസ് രണ്ടും ഈക്വൽ ആയിരിക്കണം. ഇതിലെന്ന് പറയുമ്പം നേരത്തെ ടെൻസ് രണ്ടും ഈക്വൽ ആയിരിക്കും. എന്നാൽ ഇതിൽ വൺസ് തമ്മിൽ ഈക്വൽ ആയിരിക്കും. എക്സാമ്പിൾ 21 × 81 കണ്ടാ, വൺസ് തമ്മിൽ ഈക്വലും ആണ്. എന്നാൽ ടെൻസിന്റെ സം എടുക്കുമ്പോൾ എത്ര? 10 കിട്ടണം. ടെൻസ് ഷുഡ് ബി sum of the 10 should be 10. Sorry. ഇവിടെ നമ്മൾ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. സോ ടെൻസിന്റെ സം എത്രയായിരിക്കും? 10 ആയിരിക്കും. നേരത്തെ നമ്മൾ പഠിച്ച അപ്രോച്ചിൽ നിന്നും ഓപ്പോസിറ്റ്. സോ ഇതെങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ 8 × 2 16. സെയിം മെത്തേഡാണ്. 4 × 4 എത്ര? 16. 4 × 4 16. എന്നാൽ ഇവിടത്തെ രണ്ട് ടേം നേരത്തെ പോലെ നമുക്ക് എടുക്കാൻ പറ്റില്ല. നേരത്തെ നമ്മളെ രണ്ട് ടേം ഈക്വൽ ആയതുകൊണ്ട് നമ്മൾ 77 × 73 ആണെങ്കിൽ നമ്മൾ 7 × 8 ആണ് ചെയ്യണം. അപ്പൊ എത്ര? 56 കിട്ടും. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. 8 × 2 + 4. അപ്പൊ എത്ര? 16 + 4 എത്ര? 20. 2016 ആണ് നമ്മൾ ആൻസർ. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു പോകാം. 64 × 44 എന്ന് പറയുമ്പം 4 × 4 എന്ന് പറയുമ്പോൾ 16. നമ്മൾ ലാസ്റ്റ് അങ്ങെടുത്ത് എഴുതുക. ഇവിടെ എഴുതുമ്പോൾ 6 × 4 പ്ലസ് എത്ര? നമ്മൾ ലാസ്റ്റ് വൺസ് ടേം എത്ര? 4. അപ്പം 28 ആണ് നമ്മൾ ആൻസർ. 76 × 36 എന്ന് പറയുമ്പോൾ 6 × 6 എത്ര? 36. അങ്ങ് എഴുതുക. ഈ 6 × 6 ആണ് നമ്മൾ ചെയ്യണത് ഇവിടെ. 36. ഇപ്പൊ 4 × 4 16. 4 × 4 16. സോ ഇവിടെ വരുമ്പോൾ നമ്മൾ എന്തോ ചെയ്യും? 7 × 3 പ്ലസ് വൺസ് ഡിജിറ്റ് 16. 6. സോ 21 + 6 എത്ര? 27. സോ 2736 ആണ് നമ്മൾ ആൻസർ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ ഇട്ടേ. 16 × 96. ഈസിയാണ്. സോ നമ്മൾ വൺസ് ഡിജിറ്റ് രണ്ടുപേരും ഈക്വൽ ആണ്. ടെൻസ് ഡിജിറ്റിന്റെ സമ്മ് 10 ആണ്. അപ്പോൾ നമുക്ക് ഈ അപ്രോച്ച് യൂസ് ചെയ്യാം. സോ മൾട്ടിപ്പിൾ ഓഫ് 15 ഏറ്റവും എളുപ്പമാണ്. ഇത് നമ്മൾ ഇൻഡ്യൂ ചെയ്യേണ്ട നമ്മൾ ചുമ്മാ കൺവെൻഷൻ മെത്തേഡിൽ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇത് നോട്ട് ചെയ്ത് വെച്ചോ. ഇപ്പം ഞാൻ 72 എടുത്തത്. സോ 15. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരൊറ്റ കാര്യം, ഈ 72ന്റെ പാതി എത്ര? 36 അല്ലേ? ഈ 36ന്റെ ഈ 72ന്റെ കൂടെ ഇതിന്റെ പാതിയായ 36 അങ്ങ് കൂട്ടുക. ഇപ്പൊ എത്ര? 8 10. അതിന്റെ കൂടെ ഒരു 0 കൂടി ഇട്ട് കൊടുത്താൽ ആൻസർ കിട്ടി. സോ എങ്ങനെ? സോ ഇതെങ്ങനെ ചെയ്യും? 15 × 72 എന്ന് പറയുമ്പോൾ നമ്മൾ 72ന്റെ പാതി എത്ര? 36. 72 ഡിവൈഡഡ് ബൈ 2 എത്ര? 36. സോ ഇതിനെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 8 10. അതിൻ്റെ കൂടെ ഒരു 0 അങ്ങ് ആഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ കാര്യം. 0 വന്ന എങ്ങനെയാണ്? നമ്മളിവിടെ ഈവൻ നമ്പർ ആയതുകൊണ്ടാണ് 0 വന്നത്. സോ ഓഡ് നമ്പർ ആകുമ്പോൾ ഞാൻ അത് പറഞ്ഞുതരാം. സോ അടുത്തെന്ന് പറയുമ്പം രണ്ടാമത്തേന്ന് പറയുമ്പം 15 × 82 എടുത്തു. 82ന്റെ പാതി എത്ര? 82ന്റെ പാതി 41. അപ്പം 41 ഡിവൈഡഡ് ബൈ
സോറി, കൺഫ്യൂഷൻ ആക്കണ്ട, ഞാൻ അത് മാറ്റിയിട്ട്. സോ ഈക്വൽ ടു 15 ഇൻറ്റു 15, ഇപ്പം നോക്കിയേ 15 ഇൻറ്റു 82 ആണ്. സോ 82ൻ്റെ പാതി, 82 ഞാൻ ഇവിടെ എഴുതി, 82ൻ്റെ പാതി എത്ര? 41. സോ ഇത് രണ്ടും കൂടി കൂട്ടുമ്പം 123 കിട്ടും. അതിൻ്റെ കൂടെ ഒരു 0 കൂടി ഇട്ടാൽ ആൻസർ കിട്ടി. ഇത്ര എളുപ്പമാണ്. ഈ 41 എങ്ങനെ കിട്ടിയ? 82ൻ്റെ പാതി. സോ ഞാൻ ഇത്രയും റിപ്പീറ്റ് ചെയ്യണത് ബികോമും BBA പിള്ളേർക്കും BA പിള്ളേർക്കും വേണ്ടിയാണ്, എല്ലാവർക്കും വേണ്ടിയാണ്. ചിലർ പറയും ബിടെക്കാർക്ക് എല്ലാം അറിയാം. പൊതുവെ ബിടെക്കാർക്കെല്ലാം അറിയാമെങ്കിലും കുറച്ച് പേർക്ക് അറിഞ്ഞുകൂടായിരിക്കും. നമുക്കതെന്തൊന്നും പഠിപ്പിച്ചില്ലായിരുന്നു, ചുമ്മാ ആളുകൾ പറഞ്ഞ് ബിടെക്കാർക്ക് എല്ലാം അറിയാം. സോ അവർക്കും കൂടിയാണ് ഞാൻ ഇത് തരുന്നത്. ട്രിക്സ് നമ്മൾ എല്ലാത്തിലും യൂസ് ചെയ്യണം. ഇപ്പം 15 ഇൻറ്റു 236. സോ 236ൻ്റെ പാതി എത്ര? 3 1 1 1 8. കാരണം എങ്ങനെ? 236 ഡിവൈഡ് ബൈ 2 എത്ര? 118 അല്ലേ? സോ 4 5 3. സോ നമ്മൾ ഇവിടെ ഒരു 0 കൂടി കിട്ടിയാൽ നമ്മൾ ആൻസർ കിട്ടി. സോ നമുക്കൊരു ഓഡ് നമ്പറിൻ്റെ എടുക്കാം. ഒരു ഓഡ് നമ്പറിൻ്റെ, ഇതെല്ലാം നമ്മളൊരു ഈവൻ നമ്പേഴ്സാണ്. ഇതെല്ലാം ഇപ്പം ഇതായാലും ഒരു ഈവൻ നമ്പേഴ്സാണ്. എന്ന് പറയുമ്പോൾ ഈവൻ നമ്പേഴ്സ് ഇല്ല, അതാണ്ട് ഇതുണ്ടോ, ഇത് ഈവൻ ആണ്. സോ അടുത്ത നമുക്കൊരു ഓഡ് നമ്പർ ട്രൈ ചെയ്യാം. 15 ഇൻറ്റു 81. സോ 81ൻ്റെ പാതി എത്രയാണ്? 81 ഡിവൈഡ് ബൈ 2 എത്രയാണ്? 40.5 അല്ലേ? അതെല്ലാവർക്കും അറിയാനുള്ള. അത് എളുപ്പമായിട്ട് കണ്ടുപിടിക്കാന്ന് പറയുമ്പോൾ 41ൻ്റെ -1 എത്ര? 80. 80/2 എത്ര? 40. 40 പിന്നെ 1 ശിഷ്ടം 1 ആണ്, അപ്പം 5. അപ്പം 40.5. സോ ഇത്ര എളുപ്പമാണ്. അപ്പം 40.5. ഇപ്പം 81 പ്ലസ് 40.5. അപ്പം എത്ര? ഇത് നമ്മൾ കൂട്ടുക. അപ്പം എത്ര? 121.5. ഈ പോയിന്റിനെ മാറ്റുക. 1215 നമ്മൾ ആൻസർ. സോ ഇത്രയും എളുപ്പമാണ്. സോ അതെങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചാൽ 15 ഇൻറ്റു 81. 81ൻ്റെ പാതി എത്ര? 40.5. സോ നമ്മളിത് പ്ലസ് കൂട്ടി എഴുതുമ്പം 129.5. ഈ 0.5നെ നമ്മൾ മാറ്റുന്നു. ഈ പോയിന്റ് മാറ്റുന്നു. അപ്പോൾ എത്ര? 1215 നമ്മൾ ആൻസർ. സോ ഇത്രയും ഈസിയാണ് ഈ 15 വെച്ചിട്ട്. നമ്മൾ ഈ 15 വെച്ചിട്ട് ചുമ്മാ കോംപ്ലിക്കേറ്റഡ് ആവാൻ നിൽക്കണ്ടേ. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. 30/2 എത്ര? 15 എന്ന് പറയുമ്പോൾ 30/2 ഇൻറ്റു 72. സോ എത്ര? 36 ഇൻറ്റു 90 18 180. ഇത്രയും സ്പീഡായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏതൊരു മൾട്ടിപ്ലിക്കേഷനും കിട്ടിയില്ലെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് ഓർമ്മ വന്നില്ലെങ്കിൽ പെട്ടെന്ന് കൺവെൻഷൻ മെത്തേഡ് ഒരിക്കലും ചെയ്യരുത്. സോ ഇപ്പം 72 ഇൻറ്റു 3 എന്ന് പറയുകയാണെങ്കിൽ 70 പ്ലസ് 2 ഇൻറ്റു 3 എന്നായിരിക്കണം നമ്മളെ മനസ്സിൽ വരാണ്. സോ അപ്പോൾ 70 ഇൻറ്റു 3 എത്ര? 120. 120 പ്ലസ് 6 എത്ര? 126 ആയിരിക്കണം നമ്മൾ പെട്ടെന്ന് മനസ്സിൽ. ഞാൻ ഇതൊരു എക്സാമ്പിൾ പറഞ്ഞ മാത്രമാണ്. സോ ഇത്രയും ഷാർപ്പായിരിക്കണം നിങ്ങൾ. ഇപ്പം 72 ഇൻറ്റു 3 നിങ്ങൾ മനസ്സിൽ 120 110 പ്ലസ് 6 116. സോ ഇത്രയും ഫാസ്റ്റ് ആയിരിക്കണം. ഇതിലൊന്നും സമയമേ എടുത്തുകൂടാ കേറ്റിന്. അടുത്ത് നമുക്ക് ഐസ്ക്രീം അപ്രോച്ച് പഠിക്കാം. ഐസ്ക്രീം അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഐസ്ക്രീം പോലെ അത്രയും സ്വീറ്റാണ്. സോ ആദ്യം നമുക്കൊരു ചെയ്യാം. 44 ഇൻറ്റു 3. നമ്മൾ ഈ ഐസ്ക്രീം അപ്രോച്ച് യൂസ് ചെയ്യുമ്പോഴെന്ന് പറയുമ്പം ഈ 44 ഇപ്പം 4 4 വന്ന്. സോ ഇപ്പം അടുത്തൊരു ക്വസ്റ്റ്യൻ 666 ഇൻറ്റു 4 എന്ന് പറയുമ്പം ഈ ടേം എല്ലാം ഈക്വൽ ആയിരിക്കണം. ഇപ്പം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം 999
9999 ഇൻറ്റു 5 ചെയ്ത് നോക്ക്. 5 ചെയ്യുമ്പോഴും ഈ കോൺസെപ്റ്റ് യൂസ് ചെയ്യണമെന്ന് പറയുമ്പം എല്ലാ ടേംസും ഈക്വൽ ആയിരിക്കണം. ഒരു ടേമിൻ്റെ എങ്കിലും, ഒരു ഡിജിറ്റിൻ്റെ എങ്കിലും എല്ലാ ടേംസും എല്ലാ ഡിജിറ്റ്സും ഈക്വൽ ആയിരിക്കണം. ഒരു നമ്പറിൻ്റെ എല്ലാ ഡിജിറ്റ്സും ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുമ്പോൾ സെയിം നമ്മൾ ചെയ്തില്ലേ, 11ൻ്റെ ടേബിൾ നമ്മൾ ചെയ്തില്ലേ, അതേപോലെ ആയിരിക്കണം. ഇപ്പം 11 × 20 13 നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? 13 ആദ്യം എഴുതുക, 1 3, അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഇടുക, 1 + 3 എത്ര? 4 എഴുതുക. 143 നമ്മൾ ആൻസർ എന്ന് നമ്മളന്ന് പഠിച്ചില്ലേ. അതേ കോൺസെപ്റ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. സോ ഇവിടെ ചെയ്യേണ്ടതെന്ന് പറയുമ്പം 4 × 3 എത്ര? 12. സോ 12 എഴുതുക. ആദ്യം 1 പിന്നെ 2 എഴുതുക. 1 + 2 എത്ര? 3. ഇത്രയേ ഉള്ളൂ ആൻസർ. വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. 55 × 4 ആണെങ്കിൽ 5 × 4 എത്ര? 20. സോ 2ഉം 0ഉം ആദ്യം 2 എഴുതി, ലാസ്റ്റ് 0 എഴുതി. സോ 2 + 0 എത്ര? 2. സോ ഇതാണ് നമ്മുടെ ആൻസർ. സോ ഇതേപോലെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. 24 ആണ്. അപ്പം 20 24, 2ഉം 4ഉം. സോ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു ഗ്യാപ്പ് ഇടാൻ പറ്റൂല, 2 ഗ്യാപ്പ് വേണം. കാരണം എന്ന് പറയുമ്പം നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം നോക്കിയാൽ, നിങ്ങൾ 6 × 4 ചെയ്ത് വൺസിൻ്റെ. സോ ഇനി 2 ടേംസ് ബാക്കിയുണ്ട്. സോ അതുകൊണ്ട് നമുക്കിവിടെ 1 2 സെയിം ആയിട്ട് 2 + 4 എത്ര? 6. 2 + 4, ഈ 6 തന്നെ രണ്ടിടത്തും എഴുതുക. സംഭവം ക്ലോസ്. സോ അടുത്ത് എത്ര? നമ്മൾ പഴയതുപോലെ 9 × 4 എത്ര? 9 × 5 എത്ര? 45. സോ 5 4 രണ്ടിടത്ത് എഴുതി. സോ ഇത് മാറ്റിയ ബാക്കി എത്ര? 3 ടേംസ് ഉണ്ട്. അപ്പം 1 2 3. സോ 5 + 4 എത്ര? 9. 9 9 9. ഇതാണ് നമ്മുടെ ആൻസർ. സോ ഇത്രയും ഈസിയാണ്. ഞാൻ ഇപ്പോൾ ഒരു നമ്പർ നിങ്ങൾക്ക് തരാം. 77 × 2 ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ഇട്ടിരുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞു. അടുത്ത് നമുക്ക് പഠിക്കേണ്ട കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ 37ൻ്റെ മൾട്ടിപ്പിൾ. സോ ഈ ടേമിൽ നമ്മൾ അടുത്ത് നോക്കേണ്ടതെന്ന് പറയുമ്പോൾ 37 × 6. ഈ രണ്ടാമത്തെ ടേം കേട്ട് വെച്ചോ. ഈ രണ്ടാമത്തെ ടേം നമ്മൾ 37 വെച്ച് മൾട്ടിപ്പിൾ ചെയ്യണ ടേം must be divisible by 3. ഈ 3 വെച്ച് മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റാത്തത് ഈ സെക്കൻഡ് ടേം. ഇപ്പൊ 37 × 6 നമുക്ക് മൾട്ടിപ്പിൾ ബൈ 6 നമുക്ക് ഡിവിസിബിൾ ബൈ 3 ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം 37 × 7 9 7 8 ഒക്കെ വന്നാൽ നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റൂല. സോ ഇറ്റ് മസ്റ്റ് ബി ഡിവിസിബിൾ ബൈ 3. കടല ഇതൊന്ന് മാർക്ക് ചെയ്തിട്ടാണ്. നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് തരണം കേട്ടോ. ഇവിടെ ഇതിങ്ങനെ. സോ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചോളണം. സോ നമ്മൾ ഈ ടേം ഇത് വെച്ച് എങ്ങനെ മൾട്ടിപ്പിൾ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞാണ്. സോ 6 / 3 എത്ര? 2. സോ ഈ 2നെ 2 വട്ടവും കൂടി അങ്ങ് എടുത്തെഴുതുക. ഇത്രയേ ഉള്ളൂ. എങ്ങനെ? 6/3 എന്ന് പറയുമ്പം 2 ആണ്. ഈ 2നെ 2 വട്ടവും കൂടി ചെയ്താൽ ആൻസർ കിട്ടി. സോ ഇതിൻ്റെ വേറെ ക്വസ്റ്റ്യൻ ചെയ്യാം. 37 × 12. 12 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 4 അല്ലേ? അപ്പം 4 എഴുതുക, 2 4ഉം കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക. ഇതാണ് നമ്മളെ ആൻസർ. ഇത്രയും ഈസിയാണ്. സോ
വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. 37 ഇൻറ്റു 21 എന്ന് പറയുമ്പം 21 ഡിവൈഡഡ് ബൈ 3 എത്രയാണ്? 7. സോ 7, 7, 7 ഇതാണ് നമ്മളെ ആൻസർ. സോ ഇപ്പം നിങ്ങൾ ചോദിക്കും, സോ അഥവാ ഇതല്ലാതെ ടേംസ് ഞാൻ ഒരു ടേം പറഞ്ഞുതരാം. സോ 37 ഇൻറ്റു 54. 54 വന്നപ്പോൾ എത്രയാണ്? 54 ഡിവൈഡഡ് ബൈ 3 എത്രയാണ്? 18 അല്ലേ? 18 അല്ലേ? സോ അങ്ങനെ പറഞ്ഞ സമയത്താണ് നമുക്ക് ചെയ്യേണ്ട കാര്യം, പഴയ നമ്മൾ ഐസ്ക്രീം മെത്തേഡ് ഒരിക്കൽ കൂടി ഇങ്ങ് പൊടി തട്ടി എടുക്കുക. 1 ബാക്കി 2 ഗ്യാപ്പ് വിടുക, 8 എഴുതുക. സോ 9, 9. സോ നമുക്ക് 1 ഡിജിറ്റ് ആണ് നമുക്ക് ഇവിടെ കിട്ടുകയാണെങ്കിൽ നമുക്ക് 2 അതേപോലെ 2 എണ്ണം കൂടി അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. 2, 2, 2 എന്ന് ഇട്ട് കൊടുത്താൽ മതി. സോ ഇപ്പം 54 വന്നത്. ഇപ്പം 2 ഡിജിറ്റായി നമ്മൾ ഡിവൈഡ് ചെയ്ത് 2 ഡിജിറ്റായി എങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പം പഴയ ഐസ്ക്രീം മെത്തേഡ് 1, 8 എത്ര 18 എന്ന് പറയുമ്പോൾ 1, 8 എഴുതിയിട്ട് 2 ആ ടേം വിട്ടിട്ട് 8 പ്ലസ് 1 എത്ര 9, അത് തന്നെ 2 അടുത്ത് എഴുതണം. സോ ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് ചെയ്യാം. സോ 37 ഇൻറ്റു 51 എന്ന് പറയുമ്പം 51 ഡിവൈഡഡ് ബൈ 3 എത്രയാണ്? 17 അല്ലേ? സോ 7 ഇവിടെ എഴുതുക, 1 ഇവിടെ എഴുതുക, ലാസ്റ്റ് 7 എഴുതുക. സോ 8, 8 എടുത്തങ്ങ് എഴുതുക, ആൻസർ കിട്ടി. സോ ഇത്ര ഈസിയാണ്. ഞാൻ അടുത്തൊരു നിങ്ങൾക്കൊരു ഹോംവർക്ക് തരാം. ഇത് നിങ്ങൾ ഹോംവർക്ക് അല്ല, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇത് ചെയ്ത് ഓർമ്മയാണ്. 37 ഇൻറ്റു 48 ഒന്ന് ചെയ്തിട്ടേക്ക്. അടുത്ത് ബട്ടർഫ്ലൈ മെത്തേഡാണ്. ബട്ടർഫ്ലൈ മെത്തേഡ് എന്ന് പറയുമ്പോൾ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് മെത്തേഡാണ്. നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ്സ് നിങ്ങൾ യൂസ് ചെയ്യാൻ പറ്റിയില്ല എക്സാമിന്. നമ്മൾ ഈ നോർമൽ മെത്തേഡിൽ നിന്നും ഏറ്റവും എളുപ്പമാണ് ഈ മെത്തേഡ്. ഈ മെത്തേഡ് നിങ്ങൾ ഏതൊരു മൾട്ടിപ്ലിക്കേഷനും പെട്ടെന്ന് യൂസ് ചെയ്യണം. ഇപ്പം നിങ്ങൾക്കൊരു ഇപ്പോൾ ഒരു ചെറിയൊരു ടൈം 21 ഇൻറ്റു 27 വന്നു. സപ്പോസ് നമ്മൾ ബട്ടർഫ്ലൈ മെത്തേഡ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ 21 ഇൻറ്റു 27 എഴുതുക. സോ എഴുതിയല്ലോ. 1 ഇൻറ്റു 7 എത്ര? 7. സോ അടുത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പം എന്താ ഇതാണ് കണ്ട 7 ഇൻറ്റു ഞാൻ ഒന്ന് വലുതായിട്ട് എടുത്തുതരാം, നല്ല കൺഫ്യൂഷനാണ്. സോ 21 ഇൻറ്റു 27 എന്ന് പറയുമ്പം നമ്മൾ ആദ്യം 1 ഇൻറ്റു 7 എത്ര? 7 എഴുതും. പിന്നെ അടുത്ത് ചെയ്യേണ്ട കേട്ടോ, ഈ 2 ഇൻറ്റു 7 പ്ലസ് 2 ഇൻറ്റു 1. സോ എങ്ങനെ ഈ ക്രോസ് ഉണ്ടല്ലോ, 2 ഇൻറ്റു 7 പ്ലസ് 1 ഇൻറ്റു 2. സോ എത്ര? 14. 14ഉം 2ഉം എത്ര? 16. 16, 6, 1 ശിഷ്ടം. അപ്പം 2 ഇൻറ്റു 2 എത്ര? ഈ 2 ഇൻറ്റു 2 ആണ് അടുത്ത് ചെയ്യേണ്ടത്. 5. 2 ഇൻറ്റു 2 എത്ര? 4. ഈ 4ൻ്റെ കൂടെ നമ്മൾ നേരത്തെ കിട്ടിയ 1 കൂടി ആഡ് ചെയ്താൽ 567 ആണ് നമ്മളെ ആൻസർ കേട്ടാ. സോ അത്ര എളുപ്പമാണ്. എങ്ങനെ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. 21 ഇൻറ്റു 27 എന്ന് പറയുന്ന ടേം വന്നാൽ നമ്മൾ ആദ്യം 7 ഇൻറ്റു ഏതൊരു ബട്ടർഫ്ലൈ മെത്തേഡ് എടുത്തോ ലാസ്റ്റ് നമ്പേഴ്സ് ആദ്യം ഇൻറ്റു ചെയ്യുക എന്ന് പറയുമ്പം 7 ഇൻറ്റു 1 ഇൻറ്റു ഇത് താഴെ എടുത്തുക 7. സോ അടുത്ത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 7 ഇൻറ്റു 2 14 പ്ലസ് 1 ഇൻറ്റു 2 എത്ര? 2. സോ 16 ആണ്. സോ 6 നമുക്ക് ഇവിടെ എഴുതി, 1 ശിഷ്ടം 8.
സോ 4 ഇൻറ്റു 4 2 ഇൻറ്റു 2 എത്ര 4. സോ ഈ ശിഷ്ടവും കൂടി കൂട്ടി 567 നമ്മളെ ആൻസർ. മനസ്സിലായില്ലേ? ഇത്രയും ഡീപ്പായിട്ട് പറഞ്ഞു തരാം. സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. 72 ഇൻറ്റു 87. കണ്ടുപേടിക്കല്, ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കല്. പ്രാക്ടീസ്. നിങ്ങൾക്ക് പറ്റണം അത്രയും പ്രാക്ടീസ് ചെയ്യണം. കാരണം ഈ ഒരു മെത്തേഡ് വെച്ച് പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ എത്ര 7 ഇൻറ്റു 2 എത്ര 14, 1 ശിഷ്ടം. സോ അടുത്ത് 7 ഇൻറ്റു 7 എത്ര 49. 1 നേരത്തെ 1 14ന്റെ 1 ശിഷ്ടം 49. പിന്നെ അടുത്ത് 2 ഇൻറ്റു 8 എത്ര 16. സോ ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി വെക്ക്. 17 16 1 5 6 66 നമുക്ക് കിട്ടിയത്. സോ 6 ഇവിടെ എഴുതുക. 6 ശിഷ്ടം. സോ 7 ഇൻറ്റു 8 എത്ര 56. 56 എഴുതി നോക്കുക. എത്ര 62 അല്ലേ നമുക്ക് കിട്ടിയ ആൻസർ. സോ 6264 നമുക്ക് കിട്ടിയ ആൻസർ. സോ ഇത്ര എളുപ്പമാണ് ബട്ടർഫ്ലൈ മെത്തേഡ്. ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ബട്ടർഫ്ലൈ മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ബട്ടർഫ്ലൈ മെത്തേഡിന്റെ 3 ടേംസ് വെച്ചിട്ട് ഉള്ള നമുക്ക് പഠിക്കാം. ഇപ്പം എക്സാമ്പിൾ 123 ഇൻറ്റു 123 ആണെന്ന് വിചാരിച്ചോ. 123ന്റെ സ്ക്വയർ ആണ്. അപ്പം 123 ഇൻറ്റു 123 ആണ്. സോ കൺവെൻഷൻ മെത്തേഡ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഇങ്ങനത്തെ ടേംസ് ഒക്കെ വന്നു. സോ നമ്മൾ പഴയതുപോലെ 3 ഇൻറ്റു 3 എത്രയാണ് 9. അതങ്ങ് എഴുതുക. 3 ഇൻറ്റു 3. സോ അടുത്ത് 2 ഇൻറ്റു അടുത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. മറ്റത് ചെയ്തതുപോലെ 2 ഡിജിറ്റ്സ് ചെയ്തതുപോലെ എത്ര 2 പ്ലസ് 2 ഇൻറ്റു 3 പ്ലസ് 3 ഇൻറ്റു 2. അപ്പോൾ എത്ര കിട്ടി 6 പ്ലസ് 6 എത്ര 12. സോ 2 നമ്മൾ ഇവിടെ എഴുതുക. 1 ശിഷ്ടം വെക്കുക. ശിഷ്ടം വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇവിടെ നിന്ന് മാറ്റി വേറൊരു കളറിലാണ്. ഇവിടെ 1 ഇട്ടിട്ടുണ്ട്. ഇത് നമ്മളെ ശിഷ്ടമാണ്. സോ അടുത്തത് കണ്ടുപിടിക്കണം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പം ഇതണ്ട നേരത്തെ ചെയ്തത് പോലത്തെ ക്രോസ് ആണ്. ഈ 3 ഇൻറ്റു 1 പ്ലസ് 3 ഇൻറ്റു 1 പ്ലസ് 2 പ്ലസ് 2 ഇൻറ്റു 2 അത് ചെയ്യണം. അങ്ങനെ 3 ഇൻറ്റു 1 പ്ലസ് 3 ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു 2. സോ എത്ര 6 6 4 എത്ര 10. 10ൻ്റെ അവിടെ നമ്മൾ ഈ 1 കൂട്ടിയല്ലേ. നേരത്തെ കിടന്ന ശിഷ്ടം കൂട്ടിയേ. അപ്പോൾ എത്ര 11 കിട്ടി. അപ്പം നമ്മൾ 1 ഇവിടെ എഴുതി. വീണ്ടും 1 ശിഷ്ടം വന്നല്ല. സോ നമ്മൾ വീണ്ടും പഴയതുപോലെ 1 ഇൻറ്റു ഞാൻ വാർപ്പെടുത്തിട്ട് 1 ഇൻറ്റു 2 പ്ലസ് 1 ഇൻറ്റു 2. സോ 1 ഇൻറ്റു 2 പ്ലസ് 1 ഇൻറ്റു 2. സോ 2 പ്ലസ് 2 എത്ര 4. അപ്പം 4ൻ്റെ അവിടെ നമ്മൾ ഈ നേരത്തെ ശിഷ്ടം എടുത്ത 1 കൂട്ടണം. അപ്പം എത്ര 5 ഇട്ടേ. എന്നിട്ട് വീണ്ടും 1 ഇൻറ്റു 1 എത്ര 1. ഇതാണ് നമ്മുടെ ആൻസർ. സോ ഇത് ആദ്യം കാണുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ട് തോന്നും. പക്ഷെ ചെയ്ത് ലാസ്റ്റ് നമുക്ക് കിട്ടും. ഈ 2 എങ്ങനെ നമുക്ക് കിട്ടിയത്
2 × 3 പ്ലസ് 2 × 3. അപ്പൊ എത്ര? 12. അതിന്റെ 1 ശിഷ്ടം മേളിൽ കൊടുത്ത് ഇവിടെ 10 കിട്ടി. 10 + 1 എത്ര? 11. അത് കഴിഞ്ഞിട്ട് 1 ശിഷ്ടം കൊടുത്താണ് ഇവിടെ 4 + 1 5 കിട്ടണം. സോ ഭയങ്കര ഈസിയാണ്. നിങ്ങൾ വൻ കൺഫ്യൂഷൻ അടിച്ച് നോക്കല്ലേ, നല്ല എളുപ്പമാണ്. പണ്ടൊക്കെ നമ്മൾ ചെയ്യണ മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്തുമാത്രം ലെങ്താണ്. So thank you everyone for hearing this much time and spending this much time with us. അടുത്ത വീഡിയോ നമുക്ക് പെർസെൻറ്റേജ് ആയിരിക്കും. സോ നമ്മൾ ഇതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് തന്നെ ഇട്ടിരിക്കും വേദിക് മാത്സിൻ്റെ. സോ നമ്മളിങ്ങനെ ഓരോ ദിവസം 2 വീഡിയോ വെച്ച് ഇടാൻ ഞാൻ മാക്സിമം ശ്രമിക്കാം.